ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അഹിംസയുടെ സമരപാത വെടിഞ്ഞ് ബ്രിട്ടീഷുകാരെ സായുധ സമരത്തിലൂടെ പുറത്താക്കാൻ ഒരു സംഘം ഒന്നിച്ചതിൻ്റെ കഥയാണ് കീഴരിയൂർ ബോംബ് കേസ്. രക്തച്ചൊരിച്ചിലില്ലാതെ സർക്കാർ സ്ഥാപനങ്ങളും റെയിൽപാളങ്ങളും ബോംബ് വെച്ച് തകർക്കുന്നതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചു. കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂർ ഗ്രാമമായിരുന്നു അവരുടെ ബോംബ് നിർമ്മാണ കേന്ദ്രം. റിപ്പോർട്ടിലേക്ക്. 1942 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്ന ആഹ്വാനത്തെ തുടർന്ന് നാടെങ്ങും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ കത്തിപ്പടർന്ന കാലം. അക്കാലത്ത് സായുധ സമരത്തിലൂടെയാണ് ബ്രിട്ടീഷുകാരെ അട്ടിമറിക്കേണ്ടതെന്ന് വിശ്വസിച്ച ഒരു പറ്റം ചെറുപ്പക്കാർ കോഴിക്കോട് ജില്ലയിലെ കീഴരിയൂരിൽ ഒത്തുചേർന്നു. ബോംബെയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ഇറക്കി അവർ ബോംബ് നിർമ്മിച്ചു. വിവിധ സർക്കാർ സ്ഥാപനങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളുമെല്ലാം ആക്രമിച്ചു. പിന്നീട് പിടിക്കപ്പെട്ടെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു ഏടായിരുന്നു കീഴരിയൂർ ബോംബ് കേസ്. മലബാറിൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ ഒരു അച്ഛനും മകനും ബോംബുണ്ടാക്കിയ കഥ കൂടിയാണ് കീഴരിയൂർ ബോംബ് കേസ്. ഈ കാണുന്ന കുറുമയിൽ വീടായിരുന്നു ആ സമയത്തെ ഈ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലേക്ക് തന്നെ പ്രധാന കേന്ദ്രം. അച്ഛൻ കേളുക്കുട്ടി, കുറുമയിൽ കേളുക്കുട്ടി, മകൻ നാരായണൻ, രണ്ടുപേരും കേസിൽ 11ഉം 13ഉം പ്രതികളായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദീർഘകാലം ജയിലിലായിരുന്നു. ദേശീയ തലത്തിൽ ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി അതുപോലെയുള്ള ദേശീയ നേതാക്കൾ ഗാന്ധിജിയുടെ ലൈനിൽ നിന്ന് മാറി ചെറിയൊരു തീവ്രവാദത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്താഗതി ഉടലെടുക്കുകയും അവർ ബോംബെയിൽ വെച്ചിട്ട് ഒരു യോഗം ചേരുകയും ചെയ്തു. KB മേനോനാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഇത് പാകിയത്, ഇതിൻ്റെ ഒരു വിത്ത് പാകിയത്. അങ്ങനെ അവരത് കോലാർ ഖനിയിൽ നിന്ന് ഡൈനാമിറ്റൊക്കെ കൊണ്ടുവരികയും KB മേനോൻ കോഴിക്കോടുള്ള സുന്ദർലാൽ സേഠ്ജി എന്ന് പറയുന്ന ഒരു സേട്ടുമാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അദ്ദേഹവും വല്യച്ഛനും തമ്മിൽ കച്ചവട ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് വല്യച്ഛനോട് പറയുന്നത് കീഴരിയൂരാണ് ഇതിന് പറ്റിയ സ്ഥലം, നിങ്ങൾക്ക് അവിടെ നല്ല സ്വാധീനമുണ്ട്, അതുകൊണ്ട് നമ്മൾ അവിടെ പ്രവർത്തനം നടത്തുമെന്ന് പറയുന്നത്. ഡോക്ടർ KB മേനോന്റെ നേതൃത്വത്തിൽ മുംബൈയിൽ നിന്ന് സംഭരിച്ച സ്ഫോടക വസ്തുക്കൾ നേരെ എത്തിക്കുന്നത് കീഴരിയൂരിലെ ഈ കുറുമയിൽ വീട്ടിലേക്കാണ്. ഇവിടെ ഈ വീടിൻ്റെ തട്ടിൻപുറത്ത് വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നു. ബോംബ് നിർമ്മാണം എങ്ങനെ വേണമെന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള ഒരു പാറപ്പുറത്ത് വെച്ച് ആദ്യഘട്ട ബോംബ് നിർമ്മാണം. പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനാണ് അന്ന് ഫറൂഖ് പാലത്തിന് ബോംബ് വെച്ചിരിക്കുന്നത്. പകുതി ഡൈനാമിറ്റ് പകുതി പൊട്ടാസ്യം ക്ലോറൈറ്റ്, അങ്ങനെ രണ്ട് തൂണിൻ്റെ രണ്ട് സൈഡിൽ വെക്കാമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതിന് വേണം തീ ഉണ്ടാക്കണം. അതിൻ്റെ രാസവസ്തുക്കൾ പൊട്ടാസ്യം ക്ലോറൈറ്റും വേറെ കുറേ സാധനങ്ങളും ചേർത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഫറൂഖ് പാലത്തിന് വെച്ചത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പാട്യം വില്ലേജ് ഓഫീസ്, പിന്നെ ചോമ്പാൽ കടപ്പുറത്ത് ഫിഷിംഗ് ഹാർബർ, പിന്നെ നടുവണ്ണൂർ രജിസ്റ്റർ ഓഫീസ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള കുറേ ആൾക്കാർ, ഈ വീട്ടിലെ ജോലിക്കാർ തന്നെ ഇതിനെ സഹായിക്കാൻ വേണ്ടി പോയിരുന്നു. അവർക്ക് ബോംബെന്ന് മനസ്സിലാവുന്നൊക്കെ കുറേ കഴിഞ്ഞേര. അപ്പോൾ അവർക്കൊരു സംശയം ഇത് പൊട്ടുമെന്ന്. ഇതിൻ്റെ പിന്നെ വലിച്ചു വരി കഴിഞ്ഞാൽ ഇത് പൊട്ടും. പക്ഷേ അത് പൊട്ടിക്കാൻ പിന്നെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കുഞ്ഞിരാംകിടാവും മറ്റേ കൊയപ്പള്ളി നാരായണൻ നായരും ഊണ് കഴിക്കാൻ പോയ സമയത്ത് ഇവർ ഈ സാധനം എടുത്തിട്ട് ഇവിടെ ഒരു മലയെ കയറി. ഈ മലയെ കയറിയിട്ട് ഒരു താനിമരം വലിയ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് പൊട്ടിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മുഴുവൻ ഇത് അറിയുന്നത്, പോലീസ് അറിയുന്നതും പിന്നെ ഇവിടെ മൊത്തം നരനായിട്ട് തുടങ്ങുന്നത്. ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരത്തിൻ്റെ സ്മാരകങ്ങളാകേണ്ട സ്ഥാപനങ്ങൾ ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. ഇവയൊക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ട് മലബാറിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു പൈതൃക സർക്യൂട്ട് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. രാഹുൽ മക്കടയ്ക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ബിഗ് TV ജേർണലിസ്റ്റ്, കോഴിക്കോട്.